So students, here is our guest. Let us start our class. Now I invite Akshara to introduce Chief Guest. Good morning everyone. I am Akshara Shibu of BJMC ESCO from Price Nagar College. Today I have been entrusted with the task of welcoming all of us to this meeting. I am honored to welcome today's guest, Mr. Santosh Mada, to the session. He is an eminent personality with more than 15 years of experience in the film industry. He has worked as an associate director to Jayaraj in several movies. He has worked in movies such as For the People, Tilakam, Chilanirangale, For Students, Loudspeaker, Naiga, Shikari, Maravilin Attamare, etc. He has also worked in several unique advertisements. He wrote the dialogues for the movie Shikari starring Mammootty and has worked as a chief associate director in Hello Namaste, Balikala Sagi and Celluloid. He have done a Tulu movie named Lucky Babu, which has not released yet. I welcome you, sir. So Santoshita, I'm happy to see here, and this is my students from S. And I think I'll show you a video. It is from his latest movie. I'll just share you that video. And after seeing that promo, we'll come back to our class. Thank you. ശരിക്കും പറഞ്ഞാൽ സന്തോഷേട്ടനെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നതിൽ എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട്. ബിക്കോസ് നമ്മൾ എറണാകുളത്ത് ആയതുകൊണ്ടാണ് സന്തോഷം എനിക്ക് പലപ്പോഴും ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ സ്റ്റിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും ലോങ് എക്സ്പീരിയൻസ് ഉള്ള ആളും എൻ്റെ അടുത്ത സുഹൃത്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പറ്റിയത് വളരെയധികം സന്തോഷം. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് ഓൺ scripting and what storyboard and dialogue writing, and I think this is one of the most comfortable area of this particular guest. And actually I think I'll start with Shikari, dialogue writer ennulla reethiyile what was your experience when turning from ഒരു associate director അല്ലെങ്കിൽ ഒരു director എന്നുള്ള പൊസിഷനിൽ നിന്നും ഒരു ഡയലോഗ് റൈറ്റർ? ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ഫോർ ദ എന്താ പറയുക സ്റ്റുഡൻസിന്റെ ഭാഗത്ത് തന്നെ ചോദിക്കുകയാണ്, ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി, നമ്മൾ പറയുന്നത് പോലെയല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് റൈറ്റിംഗ് സംതിങ് അത് ഭയങ്കര ഒരു ടഫസ്റ്റ് ടാസ്ക് ആയിട്ടാണ് എനിക്ക് ചിന്തിക്കുമ്പോൾ പോലും തോന്നുന്നത്. അപ്പം ഷിക്കാരി പോലെ മമ്മൂട്ടിയുടെ ഒരു പടത്തില് ഒരു ഡയലോഗ് എഴുതി. ആൻഡ് ഞാനിത് ചോദിക്കുന്നത് വേറൊന്നിനും അല്ല, ഫ്രം ദ സിലബസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ സ്റ്റുഡൻസിന് ഡയലോഗ് റൈറ്റിംഗ് ഇസ് ദയർ. സോ അവർക്കിത് ഒരു ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സന്തോഷമായിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. ഐ തിങ്ക് സ്റ്റാർട്ട് ഫ്രം ദയർ അല്ലേ? മ്യൂട്ടാണ് സന്തോഷേട്ടാ, ഓഡിയോ മ്യൂട്ടാണ്. കേൾക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് everybody. ഇത് ഷിക്കാരിയുടെ എക്സ്പീരിയൻസ് ആദ്യം പറയാം. അപ്പോ അത് കേൾക്കാനും താല്പര്യമുണ്ടോ? എന്നാൽ സിനിമാ കഥകള് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പിന്നാമ്പുറത്ത് നടക്കുന്ന കുറെ കഥകൾ നമുക്ക് നേരിട്ട് എല്ലാവർക്കും അറിയില്ല. അപ്പോ ഷിക്കാരി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ നാഷണൽ അവാർഡ് വിന്നിംഗ് അഭയ് സിംഹ എന്നിട്ട് ഒരാളാണ്. അദ്ദേഹം ബേസിക്കലി മാംഗ്ലൂരിയൻ ആണ്, മംഗലാപുരത്താണ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ ബാംഗ്ലൂരായിരുന്നു സെറ്റിൽ ചെയ്തത്. അപ്പൊ അദ്ദേഹം ഓൾറെഡി ഒരു സിനിമ ചെയ്തു, ഗുബ്ബച്ചികൾ എന്നുണ്ട്. അതൊരു കുട്ടികളുടെ സിനിമയായിരുന്നു. അതിന് നാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ ഷിക്കാരി എന്നുള്ളത്. അത് ആക്ച്വലി കന്നഡ സിനിമയാണ്. കന്നഡ സിനിമയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ മമ്മൂക്കയുടെ കഥ പറയുകയും അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അത് 2 ഭാഷയിൽ എടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്, കന്നഡയും മലയാളത്തിലും. അങ്ങനെ അപ്പൊ മലയാളത്തിൽ ചെയ്യുമ്പോൾ കന്നഡയും മലയാളവും അറിയുന്ന ഒരു അസോസിയേറ്റ് വേണം, ഒരാളെ വേണം മമ്മൂക്കക്ക്. അപ്പൊ മമ്മൂക്കയുടെ ഓൾറെഡി ഞാൻ ലൗഡ് സ്പീക്കർ എന്നുള്ള പടം ജയരാജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് കന്നഡ അറിയാന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പൊ മമ്മൂക്കായിട്ട് നല്ല സൗഹൃദം. അപ്പൊ അങ്ങനെ മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിട്ടാണ് ആ ഷിക്കാരി എന്നുള്ള സിനിമയിൽ വരുന്നത്.
അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ കെ മഞ്ജു, പിന്നെ അഭയ് സിംഹന്, അങ്ങനെയാണ് അവര് മമ്മൂക്ക സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നോട് വരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം പോകുമ്പോൾ ഭയങ്കര VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതാണ് മമ്മൂക്ക പോലത്തെ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ അതിലത്തെ ആ കന്നഡ ഓൾറെഡി ഉണ്ട്. അതാണ് അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോലിയായിരുന്നു. അതല്ലാതെ ഇപ്പോ പറയുന്നത് സാധാരണ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ എങ്ങനെ സംസാരിക്കണം അങ്ങനെ കുറെ അതിനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. എന്നാണ് ഓൾറെഡി അഭയ് സിംഹ ഓൾറെഡി അതിന്റെ ഫുൾ ചെയ്തു വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ മലയാളത്തിൽ പറയുമ്പോൾ അതിൽ എനിക്ക് അത് എങ്ങനെ കുറച്ചും കാഷ്വൽ ആയിട്ട് സംസാരിക്കാന്നുള്ളതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ മമ്മൂക്ക ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ മലയാളം നേരെയാക്കാൻ വേണ്ടിട്ട് മമ്മൂക്ക പോലത്തെ ഒരു അദ്ദേഹം ഉണ്ട്. അതുകൊണ്ട് എനിക്കത് കുറെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു സിനിമ സമയത്തോളം. ഈ പറയുന്ന ഒരു ആസ് എ ഡയലോഗ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു അത്ര ടഫായിട്ടുള്ള ഒരു സാധനം, ഒരു ജോബായിട്ട് അന്ന് അത് തോന്നിയിട്ടില്ല. സാധാരണ സിനിമയിൽ ഭയങ്കര ടഫാണ്. ഒരു ക്യാരക്ടർ എങ്ങനെ സംസാരിക്കണം, അതെങ്ങനെ ബിഹേവ് ചെയ്യണം, അത് സങ്കടം വരുമ്പോൾ എന്തായിരിക്കും, അത് സന്തോഷം വരുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം, അതത് കുറെ ലേയേഴ്സ് നമ്മൾ സാധാരണ ലൈഫിൽ ഒരാള് ഹാപ്പി ആയിട്ടുണ്ടാകുമ്പോൾ സംസാരിക്കുന്നതും അതിന്റെ ഒരു വേരിയേഷൻസ് ഉണ്ടല്ലോ, അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് കുറെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ടാണ് അത് പറഞ്ഞെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാം. കാരണം വെച്ചാൽ ഒരു ലാംഗ്വേജ് ഇസ് ദയർ എങ്കിൽ പോലും മലയാളത്തിലേക്ക് അത് വരുമ്പോഴത്തേക്ക് അതിന്റെ ട്രാൻസ്ലേഷൻസ് ഡിഫിക്കൽട്ട് ടാസ്ക്. ബട്ട് ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫോമാറ്റ്. ഇപ്പം നമ്മൾ ആദ്യം ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് തന്നെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പം സന്തോഷമായിട്ടാണെങ്കിൽ ഓഫ് ബീറ്റ് അല്ലെങ്കിൽ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ട് 2 സെക്ടേഴ്സിൽ ആൻഡ് ഡിജിറ്റൽ സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് നല്ല എനിക്കൊരു ഡിജിറ്റൽ സിനിമയുടെ ഒക്കെ ആവിർഭാവ കാലത്ത് വിന്ററും അതിനുശേഷം ഈ ലൗഡ് സ്പീക്കറൊക്കെ ഒരുപാട് സിംഗ് സൗണ്ടിനെ എക്സ്പെരിമെന്റ് ചെയ്ത ഫസ്റ്റ് സിനിമയാണ്. സോ ഈ ഒരു കാലഘട്ടത്തിലും അതിന് ഐ തിങ്ക് യു ആർ ഓഡിബിൾ അല്ലെ? കേൾക്കാലോ അല്ലെ സന്തോഷേട്ടാ? അപ്പൊ ഇത്തരത്തിൽ ഒരു സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് ആദ്യം അതിന്റെ ഒരു നട്ട്ഷെല്ലിൽ നിന്നും സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഇപ്പൊ ഒരു ഈ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഒക്കെ എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതാണ് ഈ സ്ക്രിപ്റ്റ് ആണ്, തിരക്കഥയാണ് നമ്മൾ ഒരു സിനിമയുടെ ഏറ്റവും ബേസ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു സാധാരണ വലിയ ആൾക്കാരൊക്കെ ഈ എക്സാമ്പിൾ ആയിട്ട് പറയും, നമ്മൾ സാധാരണ ഒരു വിത്ത് നടുന്ന പോലെയാണ്. അപ്പൊ ആ വിത്ത് ആണ് കഥ, അതിന്റെ വേരുകളാണ് തിരക്കഥ. ഇത് സ്ട്രോങ് ആണെങ്കിലേ മൊത്തം അതിന്റെ മുകളിലേക്ക് വളരുള്ളൂ എന്ന് പറഞ്ഞു. അത് തീരെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മുകളിൽ എന്ത് കെട്ടിപ്പണിതാലും ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ ഈ ലൗഡ് സ്പീക്കർ എന്നുള്ള പറഞ്ഞതിന് അതിന്റെ കഥ മുമ്പോട്ട് പോവാം. അപ്പൊ ലൗഡ് സ്പീക്കർ മിക്കവാറും ആൾക്കാർ കണ്ടതായിരിക്കും എന്ന് വിചാരിക്കുന്നു, മമ്മൂക്കയുടെ പടം ആയതുകൊണ്ട്. അപ്പോ ഒരു കിഡ്നി ഡോണറും റെസിപ്പിനും തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് ആക്ച്വലി. അപ്പൊ അത് ജയരാജ് സർ പറഞ്ഞിട്ട് അറിയാം ആ കഥ എങ്ങനെ വന്നതെന്നുള്ളത്. അപ്പൊ ഒരു തിരക്കഥ പറഞ്ഞു ഒരു തിരക്കഥ ഇതൊരു നമ്മൾ എഴുതുകയാണ്. അപ്പൊ നമുക്ക് അതിന് സ്ട്രോങ് ആയിട്ട് ഒരു കഥ വേണം. അപ്പൊ ആ കഥ അത് ഡയറക്ടറുടെ ഇല്ലെങ്കിൽ റൈറ്ററുടെ ഒരു കോൺഫിഡന്റ് ആണ് നമുക്ക് ഈ കഥ നമുക്ക് സിനിമയാക്കാൻ പറ്റും എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ത്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഇപ്പൊ ആർക്കാണെങ്കിലും, ഇപ്പൊ നമ്മളിപ്പോ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയില്ല, അപ്പൊ അത്രയും ആർക്കാണെങ്കിലും ഒരു കഥ നമുക്ക് ത്രെഡ് കിട്ടുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു നമ്മളെ ചുറ്റുവട്ടം നടന്ന ഏതോ ഒരു ഇൻസിഡന്റ്, ഒരു സംഭവമായിരിക്കും. നമ്മളെ ശ്രീനേട്ടനൊക്കെ പറയുന്ന പോലെ നമ്മൾ കഥ അന്വേഷിച്ചിട്ട് വേറെ എവിടെയും ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മളെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നുള്ളൂ. ചിലപ്പോൾ അത് നമുക്ക് കിട്ടേണ്ട കാര്യം നമ്മളെടുത്ത് വരും. അത് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. പറയുന്നത്ര എളുപ്പമല്ല അത് തീർച്ചയായിട്ടും. നമുക്ക് ഒരു സാധാരണ ജയരാജ് സാറിന്റെ ഞാൻ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ്, നമ്മുടെ ഗുരുനാഥനാണ്. അദ്ദേഹം ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അതിലത്തെ കുറെ ന്യൂസുകളാണ്. ജയരാജ് സാറ് അതിലൊരു 10 വാർത്ത ഉണ്ടെങ്കിൽ 10 കഥയായിട്ടാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ജയരാജ് സാറെ സംബന്ധിച്ചോളം എപ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് ഒരു 10 കഥകൾ ഉണ്ടാവും. അതിൽ എല്ലാം സിനിമയാവുന്നില്ല, അത് അതിൻ്റെതായ പ്രശ്നം. പക്ഷെ എല്ലാത്തിലും കഥ കണ്ടുപിടിക്കാനുള്ള, അപ്പൊ അത് നല്ല, എനിക്ക് അത് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എന്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ സിനിമ എന്നുള്ള മൂഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നൊരു ലൗഡ് സ്പീക്കറിന്റെ കഥയാണ്. അപ്പൊ ജയരാജ് സാറ് അവിടെ ചെന്നൈയില് ഒരു ഹോസ്പിറ്റൽ എന്തോ അഡ്മിറ്റ് ചെയ്ത സമയത്താണ് ഈ അവിടെ ഒരു കിഡ്നി
ആവശ്യക്കാരന് മുൻപിട്ട് ഒരാൾ വന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ആ കഥ കിട്ടുന്നത്. അയാളുടെ കഥ അത് സംസാരിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അതിലൊരു ക്യാരക്ടറും, അതായത് കാശിന്റെ അത്യാവശ്യമുണ്ട്, അപ്പൊ കിഡ്നി വിൽക്കണം, വേറെ വഴിയില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും പല കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്ര കാശ് കിട്ടും, 4 ലക്ഷം റുപ്യ എന്തോ അന്ന് കിട്ടുന്നായിരുന്നു, അന്ന് ന്യൂസ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് അന്വേഷിച്ച് വരുന്ന ഒരാളുടെ ജസ്റ്റ് ആ ഒറ്റ ത്രെഡ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു കഥയായിട്ട് വരുമ്പോൾ അതിന് വാങ്ങാൻ ഒരാളുണ്ടാവാം, അയാളുടെ റിലേഷൻ, അയാൾ എങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇയാള് ലൗഡ് സ്പീക്കർ എന്നുള്ള പേര് വരാൻ കാരണം തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഉറക്കെ സംസാരിക്കുന്ന ആളാണല്ലോ. അപ്പൊ ജയരാജ് സാർ കോട്ടയത്ത് ആയതുകൊണ്ട്, നാട്ടുമ്പുറത്തായതുകൊണ്ട് ഒരാളുടെ ഭയങ്കര ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ഇഷ്ടംപോലെ ലൈഫിൽ കണ്ടിട്ട് അറിയാം, ഉറക്കെ സംസാരിക്കുന്ന ആൾ. അപ്പൊ അത് ഭയങ്കര പുതുമയായിരുന്നു. അപ്പൊ ഈ സാധാരണ ഒരു കിഡ്നി കൊടുക്കാൻ വന്ന ആ ഒരു കഥയുടെ പകരം ഇങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ വന്നപ്പോ, ഉറക്കെ വന്നപ്പോ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് ഒരു കഥ ഇങ്ങനെ ഒരു തിരക്കഥയിലേക്ക് വരുന്നത്. അപ്പൊ ചിലപ്പോ കഥ ഈ തിരക്കഥയിൽ വരുന്ന മുമ്പേ ചിലപ്പോ നമുക്കൊരു കഥയായിട്ടായിരിക്കും മനസ്സിൽ തോന്നുന്നത്. ഒരു കഥയായിട്ട് നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ പോയി ഇങ്ങനെ എൻഡാവുന്ന ഒരു കഥ നമുക്ക് സാധാരണ തോന്നാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൗഡ് സ്പീക്കറിലെ പോലെ ചിലപ്പോൾ ഒരു ഇൻസിഡൻസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആയിരിക്കാം തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കഥ രൂപമാക്കുക. ആ കഥ നെക്സ്റ്റ് തിരക്കഥയിലേക്ക് പോകണം. അപ്പൊ അതാണ് അതിന്റെ വഴി. ഞാൻ ചോദിച്ചത് ഈ ഓഡിയോ വീഡിയോ നമ്മൾ 2 പോർഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഇപ്പൊ ലൗഡ് സ്പീക്കർ പറഞ്ഞു, ലൗഡ് സ്പീക്കറിന്റെ എന്താ പറയാ വളരെ ഉറച്ച് സംസാരിക്കുന്നത്. അപ്പൊ ത്രൂ ഔട്ട് ആ ഓഡിയോ പോർഷനിൽ ആ ഉറച്ച് എന്നുള്ളതും അതിന്റെ പല എലമെന്റ്സും, ഫോർ എക്സാമ്പിൾ അതിനകത്ത് ആ റേഡിയോ കാണിക്കുന്നത്, ഇതുപോലെ ഓരോ കോൺസെപ്റ്റിലും ഈ ഓഡിയോ ആൻഡ് ജയരാജ് സാറിന്റെ എന്താ പറയുക രൗദ്രം എന്ന സിനിമ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്ക് സന്തോഷമായിട്ട് വർക്ക് ചെയ്തതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അത് എൻ്റെ വിഷ്വലി അത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വളരെ ചെറിയ സ്പേസിനകത്ത് ഒരു പ്രളയത്തിന് ആ എഫക്ട് മുഴുവനും കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പൊ പലപ്പോഴും നമുക്ക് MGയുടെ ഒക്കെ ലെഫ്റ്റ് നോട്ട്സ്, അതിന്റെ പ്രാധാന്യങ്ങള്, അതിന്റെ ഈവൻ ഇമോഷൻസിനെ കുറിച്ചാണെങ്കിലും കോസ്റ്റ്യൂംസിനെ കുറിച്ചാണെങ്കിലും മേക്കപ്പിനെ കുറിച്ചാണ് എല്ലാ റെഫറൻസസും പറഞ്ഞുകൊണ്ട് വിഷ്വലി നമ്മൾ സിനിമ, എനിക്കൊന്ന് ആദ്യം തിരക്കഥാകൃത്താണ് ആ സിനിമ പൂർണ്ണമായിട്ട് കാണുന്നത് മനസ്സിൽ, അതിനുശേഷം അതിനെ പകർത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? കാരണം കഥ ചിന്തിക്കാൻ നമുക്ക് എളുപ്പമാണ്, ഒരു കഥ പറയാം. നമ്മൾ ഒരുപക്ഷെ ഭാവനയുള്ളവർക്ക് കഥ പറയാൻ പറ്റിയെന്ന് വരും, പക്ഷെ അതിനെ വിഷ്വലി വെച്ചാൽ നമ്മൾ തിരിച്ചിരിക്കുന്ന റിവേഴ്സ് പ്രോസസ്സ് പോലെയാണ് എനിക്ക് തോന്നാറ്. പ്രേക്ഷകൻ കാണേണ്ട സിനിമയിലേക്ക് ഓഡിയോയും വീഡിയോയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇത് എഴുതുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പൊ താര പറഞ്ഞതില് ഒന്ന് തോന്നിയത്, ഇപ്പൊ നമുക്ക് പല ആൾക്കാരും ഇപ്പൊ കഥ, ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിനോടോ ഇല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ നമ്മളോട് കഥ പറയുമ്പോൾ കഥ പറയാൻ ഗംഭീരമായിട്ട് പറയാൻ പറ്റും. ഒരു കഥ ഭയങ്കര രസമായിട്ട് ഇമോഷണൽ ഇങ്ങനെ ഭയങ്കര രസം. അപ്പൊ നമുക്ക് തോന്നും കൊള്ളാലോ. പക്ഷെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്ക്രിപ്റ്റിലേക്ക് സ്ക്രീൻ പ്ലേ എഴുതി ആയിട്ടുണ്ട്, ചിലപ്പോൾ മിക്കവാറും ആയിട്ടുണ്ടാവില്ല. ആ സ്ക്രീൻ പ്ലേ എഴുതി വരാൻ പറയുമ്പോഴാണ് പിന്നെ അദ്ദേഹം പിന്നെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ വിളിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് അത് എളുപ്പമല്ല, ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത് സ്ട്രക്ക് ആവും, പിന്നെ ക്യാരക്ടർ എങ്ങനെ പോകണ്ടെന്ന് അറിഞ്ഞുകൂടാം. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നേരിടാം. ഇപ്പൊ ഒരു കഥയും അതിന്റെ ക്യാരക്ടേഴ്സും ഇങ്ങനെ മുമ്പോട്ടുള്ള യാത്രയാണ് ആക്ച്വലി നമ്മൾ സ്ക്രീൻ പ്ലേയിൽ വരുന്നത്. അപ്പൊ സാധാരണ സ്ക്രീൻ പ്ലേ എഴുതാൻ വേണ്ടിയിട്ട് കുറെ തിയറി ആയിട്ട് കുറെ സാധനങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പ്ലോട്ട് പോയിന്റ്, അതിന് മിഡ് പോയിന്റ്, എൻഡ് പ്ലോട്ട് പോയിന്റ്, ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്ന അതിന്റെ തിയറി ഉണ്ട്. പക്ഷെ നമ്മൾ മുമ്പത്തെ ആൾക്കാർ, ഇപ്പൊ മലയാളം സിനിമ സംബന്ധിച്ചോളം ഈ പറയുന്ന പ്ലോട്ട് പോയിന്റ്സും അഥവാ സ്റ്റോറി ബോർഡ്സ് ഇല്ലെങ്കിൽ ഇങ്ങനത്തിനൊക്കെ വരാൻ തുടങ്ങിയത് വളരെ അടുത്താണ്. എനിക്കൊന്ന് ഒരു 10 കൊല്ലത്തിന്റെ അകത്താണ്. ഞാൻ ലൗഡ് സ്പീക്കർ ചെയ്യുമ്പോൾ പോലും സ്റ്റോറി ബോർഡ് ഇല്ല, ഫുൾ സ്ക്രിപ്റ്റ് പോലും ഇല്ല. അപ്പോ
മലയാളം സിനിമ അങ്ങനെയൊക്കെയാണ്. പല ഈ ഒറ്റ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന ഇതൊന്നും ഉണ്ടാവില്ല. ഒരു ഒറ്റ പേപ്പർ കൊണ്ട് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ കഥകൾ നമ്മൾ പ്രിയദർശൻ സാറും ശ്രീനിവാസൻ ചേട്ടനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മാസ്റ്റേഴ്സ് ആണ്. അവരുടെ മനസ്സിൽ ഈ സാധനം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ശ്രീനേട്ടന്റെ ഒരു ടോക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന തിയറി ഒന്നും ഞാൻ നോക്കാറില്ല, ഒരു വേറൊരു രീതി എഴുതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇല്ലെങ്കിൽ അവരുടെ എല്ലാ സിനിമകളിലും നമ്മൾ വെറുതെ ഈ തിയറി എടുത്ത് വെറുതെ അതിലെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിയറി പ്രകാരമായിരിക്കും അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അവരറിയാണ്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ബൈ എക്സ്പീരിയൻസ് ആണത്. ഈ തിയറി ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഈ പറയുന്ന കുറെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ഇങ്ങനെ വേണം, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പൊ അവർക്ക് നമ്മൾ പുതിയൊരു ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ വേഗമായിട്ട് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും. എന്നാൽ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിന്റെ സിനിമയ്ക്ക് നമ്മൾ എഴുതിപ്പോവും. അത് സാധാരണ പതിവുണ്ട്. പിന്നെ അത് ചുരുക്കാൻ നിൽക്കണം. അപ്പൊ നമുക്ക് കുറെ സമയം വേസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ പകരം ഈ പറയുന്ന തിയറി നമുക്ക് മനസ്സിലായാൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളൂ. ഇതിനേക്കാണ് അപ്പുറത്ത് നമ്മൾ ഇതിന് പോകുന്നത് നമ്മൾ അവസാനം ഫൈനൽ ഡ്രാഫ്റ്റിൽ ഇതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങ് പോകും എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ കുറെ ബഡ്ജറ്റ് സേവിങ് പരിപാടിയാണത്. അപ്പോ ഈ മറ്റേ ഓഡിയോ എങ്ങനെയാണെന്നുള്ളത് പറയാം നമുക്ക്. അതായത് അതൊരു ഒരു ഡിസൈനിന്റെ ഭാഗമാണ്. നമ്മളൊരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ സിനിമ എന്തായിരിക്കണം, ഇപ്പൊ രൗദ്രം എന്നൊക്കെ എക്സാമ്പിൾ പറഞ്ഞില്ല, രൗദ്രം, ഭയാനകം അല്ലെങ്കിൽ ലൗഡ് സ്പിരിറ്റ് ആവട്ടെ, അതിന്റെ പോസ്റ്റർ ഡിസൈനിങ് മുതൽ ഈ സിനിമ എന്താണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കളറിങ്ങും അതിന്റെ ഒരു ആഘോഷ ഒരു ഹാപ്പി മൂഡ് സിനിമയാണോ അല്ലെങ്കിൽ ഒരു ശോക സിനിമയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോ അത് നെക്സ്റ്റ് ഘട്ടമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ വെറുതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ, ഞാൻ സാധാരണ ഒരു സിനിമ ഒരു കഥ കിട്ടിയ സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ ഒരു പാറ്റേൺ ഞാൻ ചെയ്യാറുണ്ട്. പല ആൾക്കാർക്കും പലതും ആയിരിക്കാം. അപ്പൊ ഇനിയിപ്പോ വേറൊരു ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, വേറൊരു ഫേമസ് റൈറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ആയിരിക്കും പറയാനുണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാറ് ഇതിനെ ഒരു 14 കാർഡ്സ് പോലെ ഇല്ലെങ്കിൽ അതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഒരു കഥ ഉണ്ടെങ്കിൽ മെയിൻ സീക്വൻസ് ഉണ്ടാവുമല്ലോ, ഒരു ഫസ്റ്റ് എന്താണ് അതിന്റെ, അങ്ങനത്തെ ഒരു 14 സീൻസ് അങ്ങ് എഴുതും. എന്നിട്ട് അതിന്റെ അപ്പൊ നമുക്ക് ഈ സിനിമയുടെ തുടക്കം, മധ്യാന്തം, പിന്നെ ഏറ്റവും അവസാനത്തെ ഭാഗം, ഇത്രയും നമുക്ക് കിട്ടും, ഒരു ഐഡിയ കിട്ടും. ഇതാണ് നമ്മളുടെ ഒരു സിനിമ വരാൻ പോകുന്നുള്ളത്. തീർച്ചയായിട്ടും എഴുതി വരുമ്പോൾ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ ഓൺ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ബെറ്റർ സജഷൻസ് വരാം. അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വേണം. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഒരു 14 കാർഡ് പോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അതിനെ ഞാൻ ചെയ്യാറ് ഇപ്പൊ ഇത് ഒന്നാമത്തെ സീൻ, ഇതുപോലെ 2 ഇങ്ങനെ 14 നമ്മൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. അതിങ്ങനെ എഴുതി ചുമരിൽ വെറുതെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ മെയിൻ കാണുന്ന സ്ഥലത്ത് അങ്ങ് ഒട്ടിച്ചു വെക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഇത് മനസ്സിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അതിന്റെ ബൈ സീൻസ് നമുക്ക് കിട്ടിക്കോളും. നമുക്ക് പിന്നെ നമ്മള് ഈ മറ്റേ ഈറ്റ് വിത്ത് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന സ്ലോഗൻ പോലെ ഉണ്ടല്ലോ, ഡ്രിങ്ക് വിത്ത്, ഇത് എല്ലാം നമ്മൾ പിന്നെ ആ സിനിമയുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ കൂടെ ആയിരിക്കും നമ്മൾ പോവുക. അത് നമ്മൾ അറിയാതെ അതിനുള്ളിൽ പോവും. നമ്മളെ മനസ്സിന്റെ അകത്ത് അത് ഉണ്ടാവും. ചിലപ്പോൾ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിലൊക്കെ നമ്മൾ ഈ സിനിമ സീൻസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഓരോന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വരും. ഇത് തീർച്ചയായിട്ടും നമ്മൾ എത്രാണ്ട് അതിന്റെ അകത്ത് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്കപ്പോ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ തിരക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം ഇത്ര ക്ലാരിറ്റി കിട്ടില്ല. അപ്പോ ഈ നമ്മൾ 14 കാർഡ് പോലെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു മിഡ് പോയിന്റ് ഉണ്ടാവില്ല. ഇപ്പം 7ാമത്തെ കാർഡ് അതായിരിക്കും ഇന്റർവൽ ബ്ലോക്ക്. അപ്പൊ നമുക്ക് ഈ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല്, സാധാരണ ഞാൻ ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിൽ ഓൾറെഡി കുറെ സീൻസുകൾ ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനത്തെ സീൻസ് ആദ്യം എഴുതി തുടങ്ങാണ്. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, അവർ തുടക്കത്തിൽ മുതലേ എഴുതി തുടങ്ങുന്ന ആൾക്കാരുണ്ട്. 1 ലൈൻ എഴുതാം, ആദ്യം കഥ എന്താണെന്നുള്ളത് എഴുതാം. ആ കഥ എന്താണെന്ന് എഴുതുമ്പോൾ ഈ 14 കാർഡിന്റെ ഈ ഞാൻ പറഞ്ഞ ആ 14 കാർഡ് എന്താണെന്നുള്ളത് അവർക്ക് അതിൽ പ്ലേസ് ചെയ്യാൻ പറ്റും കഥ എഴുതി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് അതിന്റെ മിഡ് പോയിന്റ്, ഇത് തുടക്കം,
മിഡ് ഇത് ഈ പോർഷൻസ് ഒക്കെ ഇട്ട് ഈ 14 സീൻസ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ അതിന്റെ ബൈ സീൻസ് ചിലപ്പോൾ എഴുതുമ്പോൾ ഇനിയും 14 അല്ല, ചിലപ്പോ നമുക്ക് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60-70 സീൻസുകൾ ഉണ്ടാവാം, കുറച്ച് കൂടുതൽ ഉണ്ടാവാം, ചെറുതുണ്ടാവും. ഇതിന്റെ ആ സീനിന്റെ സൈസിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഒരു എത്ര മിനിറ്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ ചില സീൻ അര മിനിറ്റ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 1.5 മിനിറ്റ് ഉണ്ടാവും, 3 മിനിറ്റ് ഉണ്ടാവാം. അതിന് വലുപ്പത്തിനനുസരിച്ചിട്ട് അതിന്റെ സീനിന്റെ എണ്ണങ്ങൾ കൂടുകയും കുറയും ചെയ്യും. അപ്പൊ എപ്പോഴും ഒരു ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മൾ വെറുതെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എളുപ്പ വഴിയുണ്ട്. നമുക്കിപ്പോ ഈ പറയുന്നതൊക്കെ ഈ ടെക്നിക്കൽ വേർഡ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എടുത്തിട്ട് അതിന്റെ സീൻസ് കംപ്ലീറ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരെവിടെയാണ് ഈ ട്വിസ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസസ് വച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് എല്ലാ ലോക സിനിമയിലും ഒരു ഹിറ്റ് സിനിമ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റിന്റെ അകത്ത് ഈ കഥ എന്താണ്, ഈ സിനിമ എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഏത് ലൊക്കേഷനിലാണ്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വെറുതെ ഒബ്സർവ് ചെയ്താൽ മതി. പിന്നെ ഒരു 25-ാമത്തെ മിനിറ്റ് ഒരു 30 മിനിറ്റ് വരേണ്ട അകത്ത് ഇത് ചിലപ്പോൾ 2 മിനിറ്റ് മുമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഈ സമയത്ത് അടുത്ത ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് സിനിമ കൊണ്ടുപോകില്ല, നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സിനിമ ഭയങ്കര ലാഗാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും പ്രശ്നം. അപ്പൊ ആ കൃത്യമായിട്ട് അവിടെ എന്തോ ഉണ്ടാവും, ഏതോ നമുക്ക് വേണ്ട സാധനം കിട്ടിയില്ല, ഓഹോ എഫക്ട് കിട്ടിയില്ല. അപ്പൊ ഇവരൊക്കെ ചിലപ്പോ ഈ എല്ലാ സിനിമ മേക്കറും ഇത് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ചിലപ്പോ അവർ വിചാരിക്കുന്ന ആ ട്വിസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ സർപ്രൈസ് എലമെന്റ് എന്നുള്ളത് ഓഡിയൻസിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ തൊട്ടു മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തതായിരിക്കും. അതുകൊണ്ട് അത് ചീറ്റിപ്പോകും. അപ്പോ ആ സിനിമ താഴോട്ട് പോകാൻ തുടങ്ങും. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് അത് അടുത്ത ലെവൽ, അത് നമ്മള് ബ്രില്യൻസ് ഇതാണ്. അപ്പൊ ആ ഫസ്റ്റ് പ്ലോട്ട് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ടെക്നിക്കലി പറയുന്നത് ആ 25-ാമത്തെ മിനിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ ഈ ഇന്റർവൽ ബ്ലോക്ക് എന്ന് പറയും. ഇന്റർവൽ ഭയങ്കര ഫസ്റ്റ് ഹാഫ് ഇന്റർവൽ ട്വിസ്റ്റ് ഗംഭീരാണെന്ന് നമുക്ക് പറയാറുണ്ട്. അത് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ OTT കൾച്ചർ വന്നതോടെ അതും കൂടി ഇപ്പൊ ഇല്ലാണ്ടായി. നമുക്ക് ഇന്റർവൽ എന്നുള്ളത് ഇല്ല. സാധാരണ ഇന്റർനാഷണൽ സിനിമ പോലെ തന്നെ 1.5 മണിക്കൂർ പടം അല്ലെങ്കിൽ 2 മണിക്കൂർ പടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇനി ആ തിയേറ്ററിൽ ഇന്റർ ബ്ലോക്ക് ഒന്നുമില്ല, അത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്റർവെൽ ഒരു ട്വിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു പ്ലോട്ടും കൂടെ ആലോചിക്കണം. ഇപ്പൊ നടുക്ക് 14 കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സിസ്റ്റം പോവാണെങ്കിൽ 7-ാമത്തെ സീൻ ആയിരിക്കണം തീർച്ചയായിട്ടും അതിലൊരു ട്വിസ്റ്റ് വേണം, ഒരു സർപ്രൈസ് എലമെന്റ് വേണം. പിന്നെ വരുന്നത് ടുവേർഡ്സ് ക്ലൈമാക്സിന്റെ തൊട്ടു മുമ്പത്തെ 25 മിനിറ്റ് ആണ്. ആ 25-ാമത്തെ മിനിറ്റ് മുതൽ സെക്കൻഡ് പ്ലോട്ട് പോയിന്റ് എന്നാണ് പറയാ. ആ 25-ാമത്തെ മിനിറ്റ് മുതൽ ക്ലൈമാക്സിലേക്കുള്ള ലീഡിങ് സീൻസ് തുടങ്ങണം. ക്ലൈമാക്സ് തുടങ്ങാൻ വേണ്ടി ക്ലൈമാക്സിൽ എന്താണോ നമ്മൾ പറയാൻ തുടങ്ങുന്നത് അതിന്റെ ഒരു ലീഡ് സീനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം ഒരു സാധനം അവിടെ നിന്ന് തുടങ്ങിയിട്ട് അവസാനത്തെ ഒരു 10 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൽ ആ ക്ലൈമാക്സ് പറയാം. ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ഫോർമാറ്റ്. പക്ഷെ ഇതിലും ഇപ്പൊ ഒരു നമ്മളൊരു കഥ കിട്ടി ഇപ്പൊ ലൗഡ് സ്പീക്കർ എന്നുള്ള കഥയാണ് എന്ന് വിചാരിച്ചോളൂ. നമുക്ക് പറഞ്ഞുകൊണ്ട് പറയാണ് ഒരു എക്സാമ്പിൾ. അപ്പൊ അതില് നമുക്ക് ക്യാരക്ടർ കിട്ടി, ഉറക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അയാളുടെ ഫാമിലി പ്രശ്നമുണ്ട്, അയാൾക്ക് കിഡ്നി വിൽക്കണം. അപ്പോ കിഡ്നി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടണം. അവരെ തമ്മിലുള്ള ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രോബ്ലം വേണം, അതായിരിക്കണം നമ്മൾ ക്ലൈമാക്സിൽ സോൾവ് ആവേണ്ടത്. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വേണം, അതിനൊരു സൊല്യൂഷൻ വേണം. അപ്പൊ അത് എല്ലാ സിനിമയിലും ഇത് തന്നെയാണ്. എന്ത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. അപ്പൊ ആ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം നമുക്ക് ധാരണ വേണം. അതിന്റെ തീരുന്നത്, അതിന്റെ ഉത്തരം, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ത്രില്ലർ സിനിമ ഒരാളെ ഒരു കൊലപാതകം ചെയ്തു, ഇല്ലെങ്കിൽ എങ്ങനെയാണ് കൊലപാതകം ചെയ്തത്, ആരാണെന്നുള്ളത് അതിന്റെ ഒരു ഉത്തരം കൂടി നമ്മൾ ഏകദേശം നല്ലൊരു ധാരണ മനസ്സിലുണ്ടെങ്കിലേ സ്ക്രീൻ പ്ലേ എഴുതാൻ തുടങ്ങാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കുറെ എഴുതി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതൊക്കെ മാറ്റേണ്ടി വരും. എന്നാൽ ക്ലൈമാക്സ് നമുക്ക് അറിയില്ല. ഇങ്ങനെ തന്നെ ഈ പറയുന്ന 14 കാർഡിന്റെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാരിറ്റി കിട്ടും.
അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെയാണ് ഇതിന്റെ നമ്മൾ കഥയുടെ റൂട്ട് ഇതാണെന്നുള്ളത്. ഈ ഒരു ഐഡിയ ഇല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ തിരിച്ചും സമയം വേസ്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ട് പിന്നെ തിരിച്ചും മാറ്റേണ്ടി വരും. ഒരു ഡൗട്ട്, ഈ ഇപ്പൊ നമ്മൾ സെല്ലുലോയിഡ് പോലെയുള്ള ഫിലിമിൽ വർക്ക് ചെയ്തു, ബാല്യകാല സഖി, അതിലൊക്കെ ഒരു എപ്പിക് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. പഴയ ഒരു കാലഘട്ടം, അതിന്റെ ഒരു കോസ്റ്റ്യൂമും കളറിങ്ങും അല്ലെങ്കിൽ അതിന്റെ വേ ഓഫ് എല്ലാ പ്രസന്റേഷനിലും ആ ഒരു ഇതുണ്ട്. അതേസമയം വളരെ ന്യൂജൻ ആയിട്ടുള്ള ഫിലിംസ്, ഇവൻ ഫ്രം ദ പീപ്പിൾ തൊട്ടുള്ള എല്ലാ, അല്ലെങ്കിൽ അതുപോലത്തെ കുറെ അധികം പടങ്ങൾ, കൊമേഴ്ഷ്യൽ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ക്രീൻ പ്ലേസിലെ വ്യത്യാസമുണ്ടോ? കൈൻഡ് ഓഫ് റൈറ്റിങ്ങിലോ അതിന്റെ ഇവൻ ഇപ്പൊ നേരത്തെ ഡ്യൂറേഷനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു 60 സീൻസ് അല്ലെങ്കിൽ 70 സീൻസ് 2 hours കഥ പറയുമ്പോൾ അതിന്റെ ലെങ്ത്തിന് വല്ല ഡിഫറൻസസ് വരുത്തുന്നുണ്ടോ? കാരണം പുതിയ ജനറേഷനിലെല്ലാം കുറച്ചായിട്ട് കാണാൻ വളരെ ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ ആണ് ഓൺലൈനിലാണെങ്കിൽ ആ ഒരു ട്രെൻഡ്. അപ്പൊ അതുപോലെ ഒരു ഇൻഫ്ലുവൻസ് റൈറ്റിംഗിൽ ഇതിൽ വരാറുണ്ടോ? ഇപ്പൊ എപ്പിക് അതുപോലത്തെ സ്റ്റോറീസ്, ഒരു ചരിത്രം പറയുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ സിനിമ, നമ്മള് മുമ്പത്തെ സിനിമ ഈ നമ്മള് റീല് വെച്ചിട്ടായിരുന്നു നമ്മള് തരക്കൊക്കെ ഓർമ്മയുണ്ട്. 14 റീലായിരുന്നു പണ്ടത്തെ എല്ലാ സിനിമയുടെ ലെങ്ത്. അപ്പൊ നമ്മള് സിനിമ പണ്ട് മോഹൻലാലിനും മമ്മൂക്കയുടെ വലിയ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ 16 റീല് 18 റീല് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കൈയടിച്ചിട്ടുണ്ട്. അത്ര നേരം നമുക്ക് ഈ സിനിമ കാണാമല്ലോ, നമ്മൾ കാശ് മുതലാവും എന്നുള്ളതായിരുന്നു അന്നത്തെ. അപ്പൊ അങ്ങനെ ഒരു ആ റീൽ എന്ന് പറയുന്നത് പണ്ട് മറ്റേ ഫിലിം ആണല്ലോ. ഫിലിം ഒരു റോൾ ആയിട്ടാണ് വരിക, ഒരു റീൽ ആയിട്ടാണ് വരിക. അപ്പൊ അതിന്റെ 14 ഒരു 1000 അടിയാണ്. 1000 അടി എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 മിനിറ്റിന്റെ അടുത്ത് വരും ഒരു റീൽ. അങ്ങനെ 14 റീലായിരുന്നു മിനിമം ഒരു ഡ്യൂറേഷൻ. കൂടുന്നതനുസരിച്ചിട്ട് 18 ആകുമ്പോൾ വീണ്ടും ഇൻറ്റു 10 ഇൻറ്റു 4 അത്രയും അങ്ങനെ കൂടും. അപ്പം ഈ ആ സമയത്ത് ഫോർത്ത് പീപ്പിൾ വരുന്ന കാലമാണ് പറഞ്ഞത് 2004 ആ സമയത്ത് റീലുകളാണ് ഉള്ളത്. റീല് മാറിയിട്ട് ഡിജിറ്റൽ ഫോർമാറ്റ്, എഡിറ്റിംഗ് ഒക്കെ, ആവിഡ് എഡിറ്റിങ്ങും മറ്റേതൊക്കെ വരുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ സമയമാണ് അത്. ആ സമയത്ത് എല്ലാ സിനിമയും ഈ പറയുന്ന 14 റീല് 2.5 മണിക്കൂർ 2.5 മണിക്കൂർ ഉള്ള സിനിമ ആ സമയത്താണ് ഫോർ ദി പീപ്പിൾ എന്നുള്ള സിനിമ വരുന്നത് 1:40 ഉള്ളൂ. അതിന് 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ. അതായത് ഇപ്പോഴത്തെ സിനിമ ഇപ്പൊ 2021 നമ്മളൊരു സിനിമ OTT പ്ലാറ്റ്ഫോം കാണുന്നതൊക്കെ അതാണ്, അത്രേ ഉള്ളൂ ലെങ്ത്. 1.25 മണിക്കൂറാണ് സാധാരണ സിനിമ. അപ്പൊ ഈ ലെങ്ത്തിന്റെ കാര്യം പറയുമ്പോഴാണ് അത് പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ സാധാരണ ആലോചിക്കുമ്പോൾ ആ സിനിമക്ക് ഈ സീനിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു 60-70 സീൻ വരികയാണെങ്കിൽ ഇപ്പൊ സെല്ലുലോയിഡ് എന്റെ ഓർമ്മയിൽ ഒരു 65-66 സീൻ ഉണ്ടാവണം. ഫോർ ദി പീപ്പിൾ ലെങ്ത് വളരെ കുറവാണ്, പക്ഷെ അതിന്റെ സീൻ നമ്പർ 105 സീൻ ഉണ്ടായിരുന്നു. അപ്പോ എല്ലാ സീനും ഭയങ്കര ഷോർട്ടാണ്. അതായത് ഈ ന്യൂജൻ സിനിമ മോഡിലാണ്, പിള്ളേരുടെ സിനിമയാണ്. അവര് ഡയലോഗ് പറയുക, കട്ട് ചെയ്യുക, ഒരു ഫ്ലാഷ് കട്ട് പോവുക. ആ സിനിമ കണ്ടവർക്ക് അറിയാം. അപ്പൊ സീനിന്റെ എണ്ണും ഈ ഡ്യൂറേഷനുമായിട്ട് വലിയ ബന്ധമില്ല എന്നുള്ളത് പറയായിരുന്നു. അപ്പൊ ഫോർ ദി പീപ്പിൾ ലെങ്ത് കുറവാണ്, പക്ഷെ 105 സീൻ ഉണ്ടായിരുന്നു. പക്ഷെ സെല്ലുലോയിഡ് സംബന്ധിച്ചോളം അത് ഡ്യൂറേഷൻ 2:10 2:15 എന്തോ ഉണ്ടാവണം സിനിമ. പക്ഷെ സീൻ നമ്പർ 65 ആണ്, 66 അങ്ങനെ എന്തോ ആണ്, ശരിക്കും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഈ സീൻസിന്റെ എന്താ പറയാ സ്പീഡ് അല്ലെ, കുറച്ച് ക്രിസ്പ് ആയിട്ടുള്ള നമ്പർ ഓഫ് സീൻസ് കൂടുന്നതാണ് ഒരു ന്യൂജൻ ട്രെൻഡ് ആയിട്ടാണോ അതിന്റെ ഒരു അസസ്മെന്റ്? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഈ ആർക്കറിയാം എന്നുള്ളൊരു സിനിമ ഇപ്പൊ റിലീസ് ചെയ്തു OTT. ഭയങ്കര സ്ലോ മൂവിയാണ്. എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ ചിലപ്പോ സീൻ നമ്പർ ചിലപ്പോ 40-45 ഒക്കെ ഉണ്ടാവുള്ളൂ. അത് ഇപ്പൊ വന്ന സിനിമയാണ്. അപ്പൊ പക്ഷെ എല്ലാം ഭയങ്കര ലെങ്തി ഷോർട്സ് ആണ്. ഈ സീനിന്റെ എണ്ണം ഇതൊക്കെ നമുക്ക് ഒരു കഥ വന്ന് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ആലോചിക്കുമല്ലോ. ആ സമയത്ത് തന്നെ ഏകദേശം ഇതിന്റെ ധാരണ മനസ്സിലാവും. ഇത് സ്പീഡാണോ, ഇതിന്റെ ഫ്ലാഷ് കട്ട്സ് ആണോ വരാൻ പോകുന്നത്, അല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വൈഡ് ഷോട്ട് വെച്ചിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകണോ എന്നുള്ളത് നമുക്കതിൽ പറയാൻ പറ്റും. ചിലപ്പോൾ സിനിമയിലും ഈ കഥാപാത്രത്തിന്റെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ, ഒരു ഭയങ്കര ടെൻഷൻ കൂടിയ സമയത്ത് കട്ട്സിന്റെ എണ്ണം കൂട്ടാം. അയാൾ ഭയങ്കര റിലാക്സ് ആകുന്ന സമയത്ത് ഇതിന്റെ കട്ട്സിന്റെ എണ്ണം കുറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഓഡിയൻസിന് ഭയങ്കര രസമായിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് സൗണ്ടിലും മ്യൂസിക്കിലും നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് ആ ഡിസൈൻ, ഒരു സിനിമ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനത്തെ ഫാക്ട്സ് ഒക്കെ അതിൽ കൗണ്ട് ആവും.
ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുമ്പോ ഇതിനകത്ത് ഇപ്പം എസ് പറഞ്ഞോളൂ, ഡൗട്ട് ആണോ? ചോദിച്ചോളൂ. സർ, എന്റെ പേര് നിരഞ്ജന എന്നാണ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നുവെച്ചാല് എല്ലാ സിനിമകളും എല്ലാ കാലവും ലൈവ്ലി നല്ല നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ കിലുക്കം, ചിത്രം അതുപോലത്തെയൊക്കെ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോ കണ്ടാൽ നമ്മുടെ ലൈഫിന്റെ കൂടെ ബ്ലെൻഡ് ആവുന്ന പോലെ തോന്നും. നമുക്ക് എപ്പോഴും എന്റർടൈനിങ് ആയിട്ട് തോന്നും. അപ്പൊ അതുപോലത്തെ സിനിമകളുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്തൊക്കെ എലമെന്റ്സ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്? നിരഞ്ജന ചോദിച്ചത് കിലുക്കം, ചിത്രം പോലുള്ള എല്ലാ കാലത്തും നമ്മൾ എൻജോയ് ചെയ്യുന്ന മൂവീസിനെ കുറിച്ചാണ്. അപ്പൊ സന്തോഷമായിട്ട് ആ ഒരു ഉത്തരത്തിൽ തുടങ്ങാം. സൂപ്പർ. അതെ, ഞാനും ഇങ്ങനെ കുറെ 5-6 തവണ കണ്ട സിനിമയാണ്. തിയേറ്ററിൽ പോയിട്ട് തന്നെ എന്റെ ഓർമ്മയില് 3 തവണയായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ ടി വിയിലൊക്കെ വരുമ്പോൾ കണ്ട സിനിമയാണ്. പക്ഷെ സ്ക്രിപ്റ്റിന്റെയോ ഇല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് സിനിമക്ക് ഇല്ലെങ്കിൽ ഓഫ് ബീറ്റ് സിനിമക്ക് ഇല്ലെങ്കിൽ അങ്ങനെ ഓരോരോ സിനിമക്കായിട്ട് പ്രത്യേകം ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തഡ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പ്രിയൻ സാറിന്റെ ഇപ്പൊ പ്രിയദർശൻ എന്നുള്ള സിനിമ ഡയറക്ടർ നമ്മള് കാണുമ്പോൾ എപ്പോഴും നമ്മളെ എപ്പോഴും ഞെട്ടിപ്പിച്ച ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അതായത് അദ്ദേഹം കുറെ ഇൻസ്പിറേഷൻ ചെയ്ത് കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ ഒരു സിനിമ എടുത്ത് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് പക്ക മലയാളം സിനിമ പോലെ തോന്നാറുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു തവണ നേരിട്ട് ഞാൻ കണ്ടപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിംഗ് രീതിയിൽ ഈ പറയുന്ന ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഈ പ്ലോട്ട് പോയിന്റും കാര്യങ്ങളൊക്കെ മുപ്പരതും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഏകദേശം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻസ്, അത് തമാശയായിരിക്കാം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് അത് ഏകദേശം ഒരു 30-35 ഇൻട്രസ്റ്റിംഗ് സീൻസ് വെക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോ അത് ശ്രദ്ധിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് തമാശ തന്നെയാണ്. തമാശ രീതിയിൽ എങ്ങനെ പോവാം എന്നുള്ളതാണ്. പിന്നെ കിലുക്കം ഒക്കെ എന്താണ് സ്ക്രിപ്റ്റിന്റെ മുകളിലൊക്കെ അല്ലേ, അത് ആ മറ്റേ ലാലേട്ടനും ജഗതി ചേട്ടനും ഒക്കെ ഉള്ള ആ സീൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കുറെ ഉണ്ടാവും ലൊക്കേഷനിൽ, അങ്ങനെ കേട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ് തിയറി സമയത്തോളം എല്ലാ സിനിമക്കും ഒരു തിയറി തന്നെയാണ്. ഓക്കെ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മളിപ്പോ സ്റ്റോറി ബോർഡിനെ കുറിച്ച് ഒരുപാട് കൊമേഴ്ഷ്യൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതലും സ്റ്റോറി ബോർഡ് ഐ തിങ്ക് കൊമേഴ്ഷ്യൽസിനാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ച് വരുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ സ്റ്റോറി ബോർഡിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? കുട്ടികൾക്ക് എന്തെങ്കിലും സാമ്പിൾസ് കാണിക്കാമെങ്കിൽ അത് വളരെ സന്തോഷം. അവർക്കൊരു ഐഡിയ കിട്ടും. കാരണം വി നോ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ദി സ്ക്രിപ്റ്റ്, ബട്ട് ഈ 60 സീനിന്റെയും ഓരോ ഷോട്ടിന്റെയും സ്റ്റോറി ബോർഡ് പ്രായോഗികമാണോ? അങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ മുമ്പേ വർക്ക് ചെയ്ത സിനിമകളിൽ ഈ സ്റ്റോറി ബോർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റ് പോലും ഇല്ലാത്ത സിനിമകളുണ്ട്. ഇപ്പൊ തിളക്കത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തിളക്കത്തിലൊക്കെ ഒരു 1 ലൈൻ വെച്ചിട്ട് മാത്രമാണ് സിനിമ തുടങ്ങിയത്. അന്നത്തെ ദിവസം രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ആയിരിക്കും അതിന്റെ സ്ക്രിപ്റ്റ് വരിക, നാളെ എടുക്കാൻ പോകുന്ന സീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊന്നും സ്റ്റോറി ബോർഡ് ആലോചിക്കാനേ പറ്റില്ല. പിന്നെ കാലഘട്ടം മാറി. ഇപ്പൊ പക്കാ സിനിമ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആയിട്ട് സിനിമ ഷൂട്ടിങ്ങിന് പോവാറുള്ളൂ. അപ്പൊ ഇപ്പൊ അതൊക്കെ പോസിബിൾ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറ കംപ്ലീറ്റ് ഇപ്പൊ സ്റ്റോറി ബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ പഠിച്ചിട്ടൊക്കെ ഈ അക്കാഡമിക് ഇങ്ങനെ പഠിച്ചിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവർക്കത് അറിയാം എങ്ങനെയാണ് സ്റ്റോറി ബോർഡ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത മിക്ക സിനിമകളും ഈ സ്റ്റോറി ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഡയറക്ടേഴ്സ് എല്ലാവരും മാസ്റ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ ജയരാജ് സാർ ആവട്ടെ, ഇല്ലെങ്കിൽ കമൽ സാർ ആവട്ടെ, ഇപ്പോ റോഷൻ ആൻഡ്രൂസ് ആവട്ടെ, അവർക്കൊക്കെ ഈ സിനിമയുടെ തുടക്കം അവസാനം വരെ ഫ്രെയിം ടു ഫ്രെയിം അവർക്ക് അറിയാം. അവർക്ക് അവരുടെ മനസ്സിൽ ഈ പറയുന്ന സ്റ്റോറി ബോർഡ് കോൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ ഞാൻ വർക്ക് ചെയ്ത ഒരു വലിയ പടം ഇല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റോറി ബോർഡും ഒക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു കായംകുളം കൊച്ചും. അപ്പോ സ്ക്രിപ്റ്റ് നമ്മുടെ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷൻ, അതിന്റെ പല ലൊക്കേഷൻസ്, അതിന്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ കാണാൻ പോയി. എന്നിട്ട് സ്റ്റോറി ബോർഡ്, തീർച്ചയായിട്ടും സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു.
പക്ഷെ അതിന്റെ കുറച്ചും കൂടെ അടുത്ത സ്റ്റെപ്പും കൂടെ അതിലുണ്ടായിരുന്നു. അതായത് ഈ ആനിമേഷൻ സിനിമ ഉണ്ടായിരുന്നു. ആ കൊച്ചുണ്ണി നമുക്ക് ഈ ഷൂട്ടിങ്ങിന് മുമ്പേ സീൻ ടു സീൻ നമുക്ക് സിനിമ കാണാം. നമുക്ക് ഓൾറെഡി ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു. ഇതില് ആ മറ്റേ കൊച്ചുണ്ണി എന്താണ് ചെയ്യേണ്ടത്, ഫൈറ്റ് അടക്കം. ചിലപ്പോൾ നമുക്ക് അതിന്റെ ചെലവ് 35 ലക്ഷം റുപ്യാണ് അന്ന് ആ ആനിമേഷൻ. അത് ഇത്ര വലിയ സിനിമക്ക് പറ്റുള്ളൂ, സാധാരണ ഒരു ചെറിയ സിനിമക്ക് അത് പറ്റില്ല. അന്ന് ആ ആനിമേഷൻ സിനിമ വീഡിയോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് എന്താണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ലാപ്ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ആ സീൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ സീൻ നമുക്ക് കാണും. അതാണ് അതിൽ കളരിപ്പായിട്ടാവട്ടെ, അതിലൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് എല്ലാം കൊറിയോഗ്രാഫി ചെയ്തിട്ട് അത് പക്കയായിരുന്നു. അപ്പൊ അതും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ സ്റ്റോറി ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ചെയ്യാൻ പോകുന്നുള്ളത് ക്ലാരിറ്റി നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സോ അതോ ഫുൾ ഹോൾ ക്രൂവിന് മുമ്പേ കിട്ടും. ഇപ്പൊ ക്യാമറമാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലൈറ്റിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ ചെയ്യാം. മുമ്പ് ഇതൊക്കെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ ഡയറക്ടർ അവിടെ പോയിട്ട് നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ മുമ്പേ ഷൂട്ടിങ്ങിന്റെ ഒരു 5 ദിവസം മുമ്പേ എല്ലാ ലൊക്കേഷൻ ഫിക്സ് ചെയ്ത എല്ലാ ലൊക്കേഷനും ക്യാമറമാനും ഡയറക്ടറും പോയിട്ട് ആ ഡയറക്ടർ പോയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കൂടെ ഉണ്ടാവും. പോയിട്ട് ഏകദേശം അവിടെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും കംപ്ലീറ്റ് മൂവ്മെന്റ്സ് ഡിസ്കസ് ചെയ്യാം. അതാണ് ഇപ്പൊ ഷോർട്ട് ഡിവിഷനൊക്കെ സംഭവിക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ സ്റ്റോറി ബോർഡിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ, ഇപ്പൊ സ്റ്റോറി ബോർഡ് കുറെ ആൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇതൊരു സ്റ്റോറി ബോർഡാണ്. ഇപ്പൊ നമ്മൾ ഇത് 2 ക്യാരക്ടേഴ്സ് പോകുന്നത് ഒരു ജസ്റ്റ് ഒരു 4-5 ഫ്രെയിംസ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ സൈഡില് ഇപ്പൊ ഇതിൽ ഈ ഡിസ്ക്രിപ്ഷൻ ഇല്ല, ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഇവിടെ ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഒരാൾ ഇപ്പൊ ഡയലോഗ് പറയാണ് വിചാരിക്കാം, അങ്ങനെ ഡയലോഗ് പറയുകയാണെങ്കിൽ ആ സംഭാഷണം നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഇതിലാണെന്ന് പറയുന്നത്, അതിന്റെ ക്ലോസ്അപ്പ് ഷോട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഇമോഷൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോറി ബോർഡ് പറഞ്ഞാല് സിനിമ മുമ്പേ കാണിക്കുക എന്നുള്ളതാണ്, കാണാൻ പറ്റും. നമ്മൾ അമർചിത്ര കഥ കാണുമ്പോഴോ എന്താണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർക്കും ഇല്ലെങ്കിൽ ക്യാമറമാൻ എല്ലാവർക്കും നമുക്ക് എന്താണ് എടുക്കാൻ പോകുന്നത് കൃത്യമായിട്ട് ഒരു മനസ്സിലാവുന്നതുകൊണ്ട് ഇതിന്റെ ടൈം കുറയും. അപ്പൊ ടൈം കുറയുമ്പോൾ ഈ ഷൂട്ടിംഗ് എക്സ്പെൻസ് നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ ഞാൻ ചോദിച്ചത് ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കുമ്പോൾ ഇപ്പം ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റോറി ബോർഡ് നമുക്ക് ചെയ്യാൻ. പണ്ട് നമ്മൾ സ്കെച്ചസ് ആണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഹാൻഡ് ഡ്രോൺ സ്കെച്ചസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ അനിമേറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് ചെയ്യുമ്പോൾ എന്തൊരു മെക്കാനിക്കൽ എലമെന്റ് വരുന്നുണ്ടോ, അതോ നമ്മുടെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി ബോർഡ് ഈവൻ കീ ഫ്രെയിംസ് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്? പക്ഷെ അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ സിസ്റ്റമിൽ ഞാൻ സ്റ്റോറി ബോർഡ് നമ്മൾ ഇപ്പൊ ആഡ് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റോറി ബോർഡ് വെക്കാൻ നമ്മൾ ഒരാളെ ഏൽപ്പിക്കാൻ. അപ്പൊ അദ്ദേഹമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാ വേണ്ടെന്ന് പറയും. അപ്പൊ ഓരോരോ ഫ്രെയിംസും ഇപ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടറിൽ വരച്ചില്ലെങ്കിൽ ഞാൻ കുറച്ച് വരക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫ്രെയിമിൽ എന്താണ് വേണ്ടതെന്നുള്ളത് പേപ്പറിൽ ജസ്റ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ വരും. പിന്നെ അദ്ദേഹം അതിനെ കുറച്ച് ഭംഗിയായിട്ട് നമ്മൾ കാണിച്ചു തരാറാണ്. അതിനുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നെറ്റിൽ ഉണ്ട്, ഞാൻ നോക്കിയപ്പോ ഉണ്ട്, ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് അതേപോലെ സ്ക്രിപ്റ്റിംഗും ഫൈനൽ ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ അതില് പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ നമ്മുടെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കുറെ ഷോർട്ട് മാർക്കിങ്ങും എല്ലാ ഡീറ്റെയിൽസും വരുമല്ലോ. അപ്പൊ ആ ഒരു മാർക്കിംഗ് ഏത് സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത്? ജസ്റ്റ് സിനിമയ്ക്ക് മുമ്പ് തന്നെ ചെയ്യുവാണോ, അതോ ഈ പറയുന്ന 5 days ബിഫോർ ലൊക്കേഷൻ കണ്ടതിന് ശേഷമാണോ, അതോ ഓൺ ഡേ ആ സെയിം ഡേയിലാണോ ചെയ്യുന്നത്? മലയാള സിനിമയിൽ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്? ഇപ്പൊ സ്റ്റോറി ബോർഡ് വരച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ മുമ്പ് ചെയ്തേ പറ്റും. നമ്മൾ സ്റ്റോറി ബോർഡ് വരയ്ക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഷോർട്ട് ഡിവിഷൻ ചെയ്ത കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കൊടുക്കണം. അപ്പൊ ഫുൾ സ്ക്രിപ്റ്റ് അതിന്റെ ഷോർട്ട് ഡിവിഷന് കഴിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാൻ 2 പടമാണ് ചെയ്തത് സ്വന്തമായിട്ട് തുളുവില്. 2നും ഷോർട്ട് ഡിവിഷൻ മറ്റേ സ്റ്റോറി ബോർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ സെറ്റിൽ പോയിട്ട് ഞാൻ ക്യാമറമാനുമായിട്ട്, പക്ഷെ നമ്മൾ ലൊക്കേഷനിൽ പോകുമ്പോഴേ ഈ സിനിമ നമ്മൾ എപ്പോഴാണോ നമ്മൾ കഥ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ സ്ക്രിപ്റ്റ് വരുന്നത് മനസ്സിൽ,
സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേക്കും നമ്മൾ ഷൂട്ടിങ്ങിന് മുമ്പ് എന്തായാലും ഒരു 10-100 തവണയാണെങ്കിലും വായിച്ചിരിക്കും. നമ്മൾ എഴുതിയതാണെങ്കിലും വേറെ ആളെങ്കിലും നമ്മളത് എന്നാലും നമ്മൾ അതിൽ കൂടുതൽ അകത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്കിതെല്ലാം ഓരോരോ ഷോർട്ടായിട്ട് മനസ്സിൽ തെളിഞ്ഞു വരും. അപ്പൊ നമ്മൾ ഏകദേശം മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇത് നമ്മളെ അസോസിയേറ്റ് ഡയറക്ടർ, നമ്മൾ കോ ഡയറക്ടർ ആരോ ഉണ്ടാകും, അദ്ദേഹം അല്ലെങ്കിൽ ക്യാമറമാനോട് പോകുമ്പോൾ നമ്മൾ ലൊക്കേഷന്റെ തൊട്ട് മുമ്പേ പോവും. ഒരു നേരത്തെ പറഞ്ഞ പോലെ 5-6 ദിവസം മുമ്പേ നമ്മൾ ഓരോ ലൊക്കേഷൻ പോയി കഴിഞ്ഞാൽ ഓരോ സീനിനെ പറ്റി നമ്മൾ ഏകദേശം ധാരണ പറഞ്ഞു വയ്ക്കും. പിന്നെ ഒന്ന് ഈ ആർട്ടിസ്റ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്പീഡിലായിരിക്കില്ല ചില ആർട്ടിസ്റ്റ് നടക്കുക. ചിലപ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ വരുമ്പോൾ ഇതിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ആ സമയത്ത് അതിനനുസരിച്ചിട്ട് മാറുകയാണ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാണെങ്കിൽ ഇപ്പൊ ജയരാജ് സാർ ആണെങ്കിലും കമൽ സാർ ആണെങ്കിലും അവർ രണ്ടുപേരും സിനിമ എന്താ കമൽ സാർ ആണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ കമൽ സാർ ആണെങ്കിൽ സെല്ലുലോയിഡ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സീൻ ഇപ്പോ വെളിയിൽ നിന്ന് കാറിൽ വന്നിറങ്ങി പൃഥ്വിരാജും മമതയും വന്നിറങ്ങി അകത്ത് കയറി അവിടെ രണ്ടുപേരെ ഒരു മീറ്റ് ചെയ്യുന്ന ഒരു സീൻ, ഡൈനിങ് ടേബിൾ ഇത് സംസാരിക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ട് പുറത്തു പോയി കഴുകുന്നു എന്നുള്ള ഒരു സീനാണെങ്കിൽ കമൽ സാറ് ആ ഒരു ഫ്ലോയിലേ എടുക്കുള്ളൂ. കാറിൽ വന്നിറങ്ങി അകത്ത് വന്നു ഇങ്ങനെ എടുക്കുള്ളൂ. പക്ഷെ ചിലപ്പോൾ ജയരാജ് സാർ ആണെങ്കിൽ ചിലപ്പോൾ കൈ കഴുകുന്ന സീനായിരിക്കും ആദ്യം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡൈനിങ് ടേബിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും കാറ് വരുന്നത്. അത് ചിലപ്പോൾ പുറത്തത്തെ ലൈറ്റും അതിന്റെ കമൽ സാർ അത് ചെയ്യാറില്ല. റോഷൻ ആൻഡ്രൂസ് ആണെങ്കിൽ ഇപ്പൊ റോഷൻ സാർ ആണെങ്കിൽ ഇതിനെ എവിടെ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കും. ചിലപ്പോൾ ഒരു ക്ലോസപ്പ് എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം അതിനെ എടുക്കുന്നത്. അപ്പം കംഫർട്ട് എപ്പോഴും അതിന്റെ ഫ്ലോയിൽ എടുക്കുന്നതാണ്. നമുക്ക് എളുപ്പമാണ്, നമുക്ക് ആർട്ടിസ്റ്റിന് എല്ലാവർക്കും. പക്ഷെ അതിനനുസരിച്ച് ചിലപ്പോൾ ലൈറ്റ് ഇപ്പോ പുറത്തത്തെ ഷോട്ട് എടുക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവിടെ മഴയായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് ഹാർഡായിരിക്കാം. ചിലപ്പോൾ അത് നമുക്ക് പിന്നെ മാറ്റേണ്ടി വരും. ആ സമയത്ത് ഇങ്ങനത്തെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വേണ്ടി വരും. എങ്ങനെ വേണമെങ്കിലും അത് മാറ്റാവുന്നതാണ്. മനസ്സിലായി. സ്ക്രിപ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, 2 തുളു ഫിലിംസ് ആണ് ചെയ്തത്. അപ്പം തുളു ഭാഷ അറിയാം, കന്നഡ ഭാഷ അറിയാം, മലയാളം അറിയാം. സോ അങ്ങനെ കുറെ അധികം ഭാഷകളിൽ വർക്ക് ചെയ്തതും നോളജ് ഉള്ളതുമായി. പക്ഷെ ഫിലിമിന് മേ ബി ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, മലയാള സിനിമയിൽ വർക്ക് ചെയ്തൊന്നും തുളു ഫിലിം അവരുടെ ഒരു ട്രീറ്റ്മെന്റ് സ്ക്രിപ്റ്റിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? എന്താ വെച്ചാൽ മീൻസ് അവരുടെ ഒരു കൾച്ചറൽ ബാക്കിംഗ് ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു ചിന്താഗതിയില്, അവരുടെ പേസ് ഓഫ് സീയിങ്ങില്. അപ്പൊ അത് എങ്ങനെയെങ്കിലും സ്ക്രിപ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഓരോരോ മലയാളം ഭാഷ ഇപ്പൊ മലയാളം സിനിമ ഇൻഡസ്ട്രിക്കുള്ള ഒരു കൾച്ചറോട് ആയിരിക്കില്ല തീർച്ചയായിട്ടും തമിഴിലോ ഇല്ലെങ്കിൽ തെലുങ്കിലോ അല്ലെങ്കിൽ കന്നഡയിലോ. തീർച്ചയായിട്ടും ഇപ്പൊ കർണം എന്ന് പറഞ്ഞിട്ട് ധനുഷിന്റെ പടമുണ്ട്, നമ്മളിപ്പോ കണ്ട് ഭയങ്കരമായിട്ട് ഒരു നല്ല മേക്കിംഗ് ആയിരുന്നു. പക്ഷെ അതുപോലത്തെ ഒരു സിനിമ മലയാളത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഓടിയെടുക്കാൻ ചിലപ്പോൾ സിനിമയാവാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ആർക്കറിയാം എന്നുള്ള സിനിമ നമ്മൾ ഇവിടുന്ന് എല്ലാവരും കണ്ടു ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇത് ചിലപ്പോ കന്നഡയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലാഗ്, ഭയങ്കര സ്ലോ പടം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ അവർക്ക് അവരുടെ ഒരു കൾച്ചറും ഒരു സ്പീഡും ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ അമ്മ എന്ന് പറയുന്നതിന്റെ പണ്ട് ജയറാമേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ മതി, തമിഴിലാകുമ്പോൾ ഭയങ്കര അമ്മ എന്ന് പറയണം എന്ന് പറയുന്ന ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാത്തിലും ഉണ്ട്. പിന്നെ തുളു ലാംഗ്വേജിൽ എനിക്ക് വ്യത്യാസം തോന്നിയത് അവിടുത്തെ കോമഡി തമാശകൾ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ അഹങ്കാരമായിട്ട് പറയല്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 15 കൊല്ലം 20 കൊല്ലം മുമ്പേ ചെയ്ത് ഉപേക്ഷിച്ച സാധനങ്ങളാണ് അവരിപ്പോ അവിടെ ചെയ്യുന്നത്. അപ്പോ അങ്ങനത്തെ ലൗഡർ കോമഡീസ് ആണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് ചിലപ്പോ നമ്മൾ അങ്ങനത്തെ കോമഡീസ് ഒക്കെ വഴങ്ങേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടി അത് ചെയ്യേണ്ടി വരും. ഈ ജീത്തിക കേൾക്കുന്നത് ഒരു ഓഫ് ബീറ്റ് ഫിലിമിന്റെ ഒരു പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. മറ്റേ ലക്കി ബാബു എനിക്ക് തോന്നുന്നു മേ ബി ബൈ നെയിമാണ് ഞാൻ പറയുന്നത്, അതൊരു കൊമേഴ്ഷ്യൽ ഫിലിം. ഇതിങ്ങനെ ചേഞ്ച് വല്ലതും ഉണ്ടോ എന്റെ സ്ക്രിപ്റ്റിങ്ങില്? തീർച്ചയായിട്ടും. ലക്കി ബാബു എന്ന് പറയുന്നത് പക്ക എന്റർടൈനർ ആണ്. അത് ഞാൻ മലയാളത്തില് ബിജു ചേട്ടനോട് പോയി പറഞ്ഞ കഥയായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നടന്നില്ല. പിന്നെ അദ്ദേഹം ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്. അവിടെ ഇപ്പൊ തുളുവിൽ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ കാണാൻ പറഞ്ഞിട്ട് പോയതാ. അപ്പൊ കുറെ കഥ പറഞ്ഞപ്പോ ഈ കഥ പറഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടമായി. എന്നാ പിന്നെ
സിനിമയല്ലേ, അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ട് സിനിമ വെയിറ്റ് ചെയ്യില്ലല്ലോ പറഞ്ഞിട്ട് ഒക്കെ നമ്മൾ അവിടെ അങ്ങനെ ചെയ്തതാണ്. അത് പക്ക എന്റർടൈനർ തന്നെയാണ്. അതിനനുസരിച്ചുള്ള ചെറിയൊരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആ ലാംഗ്വേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കോമഡി സ്റ്റാർസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. GTK എന്ന് പറയുന്നത് എന്താ ഈ ലോക്ക്ഡൗൺ സമയത്ത് തോന്നിയൊരു കഥയാണ്. അതായത് അത് പക്ക ഓഫ് ബീറ്റ് ആണ്. നമ്മള് GTK എന്ന് പറഞ്ഞാല് നമ്മള് പന്തെന്നൊക്കെ പറയില്ലേ, കേൾക്കുന്നുണ്ടോ? എന്തോ ഓക്കെ. പന്തമാണ്, പന്തം. അതിന് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മലബാർ ഭാഷയിൽ ചൂട്ടാന്നൊക്കെ പറയില്ലേ, ഈ തെയ്യത്തിനൊക്കെ മുമ്പിൽ നിങ്ങൾ വെളിച്ചം ഇങ്ങനെ പിടിക്കും, അതാണ് GTK എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ലൈറ്റ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സബ് ടൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ അയച്ചിരിക്കുന്നത്. അതിന്റെ കഥ ഈ എന്താ ഈ ലോക്ക്ഡൗൺ സമയത്ത് മകൻ വരും, വിദേശത്ത് പോയിരിക്കുകയാണ്. അയാളുടെ കല്യാണമൊക്കെ തീരുമാനിച്ചു. അപ്പൊ അയാള് ഇപ്പൊ ഇനിയൊരു 5 ദിവസത്തിൽ തിരിച്ചു വരണം. ഇയാളാണെങ്കിൽ കല്യാണ കത്തും പ്രിന്റ് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന മറ്റേ കൊറോണയുടെ വരുന്നതും അയാള് ഇങ്ങോട്ട് വരാൻ പറ്റാതാവുന്നതും. അപ്പോഴും നമ്മളെ നാട്ടിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നതാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കാം. അപ്പൊ അവസാനം അത് നമ്മളുടെ ലൈഫിലേക്ക് അത് എഫക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇയാളുടെ ഈ മകന്റെ കല്യാണം തീരുമാനിച്ച അച്ഛന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് മൊത്തം കഥ പറഞ്ഞത്. ആ കഥ തോന്നാൻ കാരണം അത് ചോദിക്കാത്ത ചോദ്യം, എന്നാലും പറഞ്ഞേക്കാം. അത് ഈ ഫസ്റ്റ് ലോക്ക്ഡൌൺ തൊട്ട് മുമ്പ്, ഫസ്റ്റ് ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്യുന്നത് മാർച്ച് 23 എൻ്റെ ഓർമ്മ, 21, 23 ആ ഒരു ദിവസമാണ്. അത് തൊട്ട് മുമ്പ് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ബാംഗ്ലൂർ ഒരു പത്രത്തിൽ വരുന്ന ഒരു ന്യൂസ് ആയിരുന്നു. ജപ്പാനിൽ ഒരു കപ്പലിനെ, ഹോങ്കോങ്ങിന്ന് വരുന്ന ഒരു കപ്പലിനെ, ഒരു ക്രൂസ് ഷിപ്പിനെ, അതിൽ 2500 പേരുണ്ടായിരുന്നു. ആ ക്രൂസ് ഷിപ്പിനെ ജപ്പാനിലേക്ക് അടുപ്പിച്ചില്ല. അത് ചൈനയിൽ കുറെ കൊറോണ വന്ന് ആകെ പ്രശ്നമായ സമയത്താണ് ഈ ഹോങ്കോങ് മറ്റേ ചൈനയുടെ ഭാഗമാണല്ലോ, അവിടുന്ന് ജപ്പാനിലേക്ക് വരുമ്പോൾ ജപ്പാൻ പോർട്ടിൽ അടുപ്പിച്ചില്ല. അപ്പൊ അങ്ങനെ അവര് ഈ കപ്പലിനെ 5 കിലോമീറ്റർ ദൂരത്ത്, പോർട്ടിന് 5 കിലോമീറ്റർ ദൂരത്ത് തന്നെ ക്വാറന്റൈൻ വെച്ചു. അങ്ങനെയാണ് ഈ ക്വാറന്റൈൻ എന്നുള്ള വാക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവും എല്ലാവർക്കും. ഞാനൊക്കെ ആദ്യമായിട്ട് അങ്ങനെയാണ് കേട്ടത്. അന്നേരം നമ്മൾ ഇങ്ങനെ ഗൂഗിളിൽ നോക്കുമ്പോഴാണ് ഓക്കെ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വാക്ക് അന്നേരം ആ മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലായത്. അപ്പൊ അതിലൊരു ഇന്ത്യൻ അതില് ചെഫ് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ മൊത്തം ഇന്ത്യൻ ക്രൂ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അതിൽ ഏകദേശം 117 പേരുണ്ടായിരുന്നു. അതിൽ ഒരുത്തിന്റെ കല്യാണം ഇത് ബംഗാളിയാണ്. അവന്റെ കല്യാണം തീരുമാനിച്ചിരുന്നു. അവൻ അവിടുന്ന് ജപ്പാനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഫ്ലൈറ്റിൽ വന്നിട്ട് അവന്റെ കല്യാണം കൂടണം എന്നായിരുന്നു അവന്റെ പ്ലാൻ. പക്ഷെ ഈ ക്വാറന്റൈൻ വെച്ചതോടെ അത് നടന്നില്ല. അങ്ങനെ ഈ ഇന്ത്യൻ എംബസിക്ക് ഒരു കത്തയക്കുകയും പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വൈറലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അവന്റെ ആ ന്യൂസ് വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കഥ തോന്നിയത്. അവന്റെ അച്ഛനും അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ ഈ കഥ പറഞ്ഞ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയാണ് ആ GTK എന്നുള്ള സിനിമ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ലോക്ക്ഡൌൺ ആകുമ്പോൾ എന്താ ചെറിയ പടങ്ങളൊക്കെ ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ അയാളുടെ അച്ഛനും അമ്മയും വരുമ്പോ ഈ മകനെ കാണിക്കും വേണ്ട, മകന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ നമ്മള് സിനിമയില്, വെറും ഫോണിലുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അച്ഛനും അമ്മയും മാത്രമേ മെയിൻ ക്യാരക്ടേഴ്സ് ഉള്ളൂ. ഇയാളുടെ എന്താണ് അച്ഛൻ എപ്പോഴും ഈ മകൻ വിദേശത്താണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു അഹങ്കാരത്തിലാണ് ഉള്ളത്, ഭയങ്കര സന്തോഷത്തിലും. അതിന്റെ ഒരു എപ്പോഴും ആൾക്കാരൊക്കെ പുച്ഛാണ്, ഇവർ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതാണ് നാടാണ് നല്ലതെന്ന് പറയുന്നതാണ് ആ സിനിമയിലെ ഒരു നമ്മൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്നത്. അപ്പം ഭയങ്കര സന്തോഷം. കുറെ ലെങ്തി ആയിട്ട് നമ്മൾ പോയി, നമ്മൾ ആകെ എനിക്ക് തന്നെ കുറച്ച് നേരത്തേക്ക് സംസാരിക്കാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആണ്. കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നും? യെസ്, പറയും ചോദിച്ചോളൂ, തീർച്ചയായിട്ടും. സർ, എന്റെ പേര് ആര്യ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോ പല ഇന്റർവ്യൂസിലും ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂസിൽ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചപ്പോ നല്ലൊരു ഫിലിമാന്ന് തോന്നി, നല്ല സ്ക്രിപ്റ്റ് ആണ്. ബട്ട് ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഫിലിം അത്ര നല്ല രീതിയിൽ വരില്ല എന്നുള്ളതൊക്കെ. അപ്പൊ എങ്ങനെയാ ആ ഒരു ഡിഫറൻസ് വരുന്നത്? അത്
അല്ല തീർച്ചയായിട്ടും നമുക്കിപ്പോ ഈ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാന് ഈ പറയുന്നതാണ് ഇതിന്റെ ചിലപ്പോ നമ്മളിപ്പോ ഫോർ ദി പീപ്പിൾ എന്ന സിനിമ ഞാൻ അതില് വർക്ക് ചെയ്തിരുന്നു. അപ്പോ അതിന് ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ആലുവയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ അങ്ങോട്ട് മറ്റേ ഈ റോട്ടിൽ ഫ്രെയിമിൽ നടന്നു വരുന്ന ആൾക്കാരൊക്കെ മാറ്റി നിൽക്കുന്ന, ചേട്ടാ ഒന്ന് അവിടെ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ, വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്യാം. ആ സമയത്ത് അവർക്ക് ചോദിക്കും ഏത് സിനിമയാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഫോർ ദി പീപ്പിൾ ആണ്, ആരാ ഹീറോ എന്ന് ചോദിക്കുമ്പോൾ പുതിയ ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഭയങ്കര പുച്ഛമായിരുന്നു. അപ്പൊ പിന്നെ നമുക്കും ഈ ആ സിനിമയില് ഒരുത്തിനും ഇതന്നെ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. പിന്നെ അതിന്റെ വേറൊരു ട്രീറ്റ്മെന്റിലാണ് ഇവരൊക്കെ ഹൈഡ് ചെയ്തിട്ട് ആ സിനിമയൊക്കെ വന്നത്. എനിക്കൊന്നും വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആ സിനിമയിൽ. പക്ഷെ നമ്മൾ നെക്സ്റ്റ് എഡിറ്റിംഗിൽ പോകുമ്പോൾ ഈ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ സിനിമ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കാണുമ്പോഴാണ് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടം തോന്നുന്നത്. അപ്പൊ എപ്പോഴും ഒരു ജയരാജ് എനിക്ക് ഓർമ്മയുണ്ട്, അവിടുന്ന് പണ്ടത്തെ അംബാസഡർ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ സന്തോഷം എങ്ങനെ തോന്നുന്നു സിനിമ എന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ആ സിനിമ ഇത് സീൻസ് ഒക്കെ ഭയങ്കര രസമായി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാം, സത്യമാണ്. ഇപ്പൊ നമുക്ക് കഥയെല്ലാം കേട്ടിട്ട് ഭയങ്കര രസമായിരിക്കും. ചിലപ്പോ ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി, ഇല്ലെങ്കിൽ അതിന്റെ ഒരു എല്ലാത്തിനും ഉള്ള പോസിറ്റീവും നെഗറ്റീവും വൈബ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും, അത് ഫീൽ ചെയ്യാൻ പറ്റും. അത് നടന്മാർക്ക് കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ അവർക്ക് നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബാല്യകാലസഖി എന്നുള്ള സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പടത്തിനെ പറ്റിയിട്ട് കമന്റ് ഇങ്ങനെ പറയുമ്പോൾ, അപ്പൊ ഞാൻ പറഞ്ഞു ഓൾ ദി ബെസ്റ്റ്, പടം റിലീസ് ആണല്ലേ നാളെ എന്ന് പറയുമ്പോൾ അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്കറിയായിരുന്നു. പക്ഷെ അത് അങ്ങനെ കഥ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ആയി വന്നപ്പോ അത് കയ്യിൽ പോയി എന്ന് തോന്നുന്നു എന്ന് പറയുന്ന മൂഡ് കിട്ടും. അതിന് കാരണം ഫിലിം മേക്കിംഗ് സമയത്ത് വരുന്ന, ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ വരുന്ന പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. എന്നാൽ കഥ പോലെയല്ലല്ലോ സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്ത് വരുമ്പോഴുള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് പല സിനിമക്കും പല കാരണങ്ങളുണ്ടാവാം. അത് ഞാൻ തന്നെ ഓർമ്മയുണ്ട്, നമ്മള് ഫോർ ദി പീപ്പിൾ എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത പടം റെയിൻ റെയിൻ കമ്മി കഴിയുന്നുള്ള പടമാണ്. അത് 8 നിലയിൽ പൊട്ടിയ പടമാണ്. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസിൽ പറ്റാം, നമ്മൾ അതായത് സ്ക്രിപ്റ്റിൽ ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും ജയിക്കും എന്നുള്ള മോഡിൽ അതൊക്കെ പറ്റാം. ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റുഡൻസ് മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ? പറഞ്ഞോ. ഓഡിബിൾ ആണോ മാം? ഓഡിബിൾ ആണ്. മോർണിംഗ് സർ. എൻ്റെ പേര് ജോഹൻ എന്നാണ്. ഞാൻ ഈ ചില സ്ക്രിപ്റ്റ്സിലും ചില ഡയലോഗ്സിലും ഞാൻ നോട്ടീസ് ചെയ്ത ചില കാര്യങ്ങളാണ് സാർ ചോദിക്കാൻ പോകുന്നത്. അത് എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ MT സാറിൻ്റെയോ അല്ലെങ്കിൽ പ്രിയദർശൻ സാറിൻ്റെയൊക്കെ ഡയലോഗ്സും സ്ക്രിപ്റ്റിലൊക്കെ, ഇപ്പോൾ MT സാറിൻ്റെ ആണെങ്കിൽ പുള്ളിയുടെ കൾച്ചറലായ വള്ളുവനാടൻ സ്റ്റൈലിലെ റൈറ്റിങ്സും ഡയലോഗ്സൊക്കെ പുള്ളി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ പ്രിയദർശൻ സാറിൻ്റെ ഇതിൽ വരികയാണെങ്കിൽ ചില ഡയലോഗ്സിൽ അല്ലെങ്കിൽ ചില സെൻട്രൽ ക്യാരക്ടേഴ്സിനൊക്കെ ഈ കാസ്റ്റ് ആൻഡ് റിലീജിയൻ പുള്ളി ചിലപ്പോൾ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ചില ഡയലോഗ്സ് ആണെങ്കിൽ അതേടെ ഞാൻ നല്ല നായർ കുലത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്ന് പെർഫെക്റ്റ്ലി പുള്ളി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതിന് ഇപ്പം ഒരു ലേറ്റസ്റ്റ് സിനിമയിലാണെങ്കിൽ മഹേഷിന്റെ പ്രകാരം സിനിമയിൽ സൗബിന് ഡയലോഗ് തന്നെയുണ്ട്. മമ്മൂട്ടി ആണെങ്കിൽ ഇപ്പോൾ ഏത് റോള് വേണമെങ്കിലും ചെയ്യും, പക്ഷെ മോഹൻലാൽ ആണെങ്കിൽ മേനോൻ, നായർ, വർമ്മ എന്നുള്ള റോൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡയലോഗ്സ് അല്ലെങ്കിൽ ഇങ്ങനെ സെൻട്രൽ ക്യാരക്ടേഴ്സ് മലയാളി ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ മലയാള ഓഡിയൻസിന് എന്തെങ്കിലും അങ്ങനെ ഫോളോ ചെയ്യുന്ന വരുന്നതുകൊണ്ടാണോ പുള്ളി വീണ്ടും ഇങ്ങനത്തെ ഡയലോഗ്സ് അല്ലെങ്കിൽ ഇങ്ങനെ സെൻട്രൽ ക്യാരക്ടേഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലാണെങ്കിൽ അങ്ങനെ വേണോ? നമുക്ക് ഒരു ക്യാരക്ടർ പറയാൻ ഇന്ന പേര് പറഞ്ഞു വേണോ വേണ്ടോ എന്നുള്ള ഇപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എന്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കതിൽ വിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. പൊതുവെ ഒരു ഓഡിയൻസിന് അതിങ്ങനെ ഒരു കോട്സിൽ പറയേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ദൃശ്യത്തിലെ സൂപ്പർ ഹിറ്റ് പടമല്ലേ ദൃശ്യത്തിലെ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് ജോജി എന്നല്ലേ? അല്ലേ? ജോർജ് കുട്ടി. അപ്പൊ അത് അങ്ങനത്തെ ഇൻഫ്ലുവൻസ് കൊണ്ടും തോന്നില്ല.
പിന്നെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പഴയ നമ്മൾ MTD ഇല്ലെങ്കിൽ പഴയ ഇപ്പോ എന്താ വലിയ ആൾക്കാരുടെയൊക്കെ കഥകളോ ഇല്ലെങ്കിൽ ചെറുകഥയൊക്കെ വായിക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഹിന്ദു ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് അവർ വളർന്ന ചുറ്റുപാട് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ സിനിമയിലും എല്ലാം മാറിയല്ലോ. ഇപ്പൊ ചുറ്റുപാട് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും, ഉറപ്പാണ്. ഓക്കെ സാർ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സഹാൻ. മറ്റെന്തെങ്കിലും ചോദ്യം? ലൂസിഫർ എന്നുള്ള പടമൊക്കെ പൃഥ്വിരാജൊക്കെ പാടും, അങ്ങനെ നായർ ക്യാരക്ടർ ഒന്നും അല്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല തീർച്ചയായിട്ടും. ഓക്കെ, മറ്റേതെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നമുക്ക് പറഞ്ഞു തീർച്ചയായിട്ടും. സാർ, ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിൽ കുറെ സീൻസ് വരും. ഇപ്പൊ ഒരു ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും ഇപ്പൊ ആ നടക്കുന്ന ഒരു ലൊക്കേഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മനസ്സിൽ കുറെ ഐഡിയാസ് കാണും. പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കോസ്റ്റ്യൂമും അല്ലെങ്കിൽ ലൊക്കേഷനും സ്ക്രിപ്റ്റ് റൈറ്ററിന് തീരുമാനിക്കാനുള്ള ഫ്രീഡം ഉണ്ടോ, അതോ അത് പ്യുവർലി ഡയറക്ടർ ആണോ അതൊക്കെ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഒരു സിനിമ എന്തെങ്കിലും ഇപ്പൊ കോസ്റ്റ്യൂം എന്തെങ്കിലും ആയിട്ട് ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ ഡയറക്ടറുടെ ഡിസിഷൻ തന്നെയാണ്, കോള് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അതിൽ സജഷൻ പറയാം. ഒരു സിനിമ എന്ന് പറയുന്നത് കൂട്ടായ്മ തന്നെയാണ്. ഇപ്പൊ അതിലെ ക്യാപ്റ്റൻ എന്നുള്ള സ്ഥാനം ഡയറക്ടർക്കാണെങ്കിലും ബാക്കിയുള്ളവരൊന്നും ഇല്ലെങ്കിൽ ആക്ച്വലി സിനിമ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഒരു നല്ലൊരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഡയറക്ടർ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ വെക്കുന്നത്. അവരൊക്കെ കോൺട്രിബ്യൂഷൻ അതിൽ വേണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയുടെ ഡിസിഷൻ വരുമ്പോൾ എല്ലാവർക്കും അതിൽ അഭിപ്രായം പറയാം. പിന്നെ ഒരേ സാധനം ഇപ്പൊ അഭിപ്രായങ്ങൾ 10 പേർക്കുണ്ടെങ്കിൽ 10 അഭിപ്രായമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു തീരുമാനത്തിലെത്തേണ്ടത് ഡയറക്ടർ തന്നെയാണ്. എന്നാൽ അത് അൾട്ടിമേറ്റ് ഡയറക്ടറുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ഡയറക്ടറുടെ പടമാണ്. അതുകൊണ്ട് അവസാനത്തെ കോള് ഡയറക്ടറാണ്. എന്നാൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറയുന്നത് ഡയറക്ടറോടായിരിക്കും. അപ്പൊ ഡയറക്ടർ ഒരു ഡിസിഷൻ എത്തണം. അപ്പൊ ആ സമയത്ത് അത് അങ്ങനെ എത്തും. അത് ഡയറക്ടറുടെ ഫൈനൽ ഡയറക്ടർ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും സജഷൻ പറയാം. എന്റെ പടത്തിൽ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇത് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ കോസ്റ്റ്യൂമും അല്ലെങ്കിൽ ലൊക്കേഷൻ അതൊക്കെ സൈഡിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് പോകാറുണ്ടോ? കോസ്റ്റ്യൂമിന്റെ ഇത് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എന്താ പറയുക, ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ ലൗഡ് സ്പീക്കർ എന്ന് എടുത്തോ, അയാള് കഥ അകത്തെ ക്യാരക്ടറൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ അയാൾ ഇടുക്കിയിലെ തോപ്രാംകുടി എന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പൊ തന്നെ അയാളുടെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരും. ഒരു തോർത്തുണ്ടാവും, ഒരു നാട്ടിൻപുറത്തെ ഒരു കർഷകനാണ് എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാവില്ലേ, അത് സൈഡിൽ തീർച്ചയായിട്ടും എഴുതും. ഇത് സ്ക്രിപ്റ്റിൽ എഴുതും. എന്നാൽ നമുക്കത് വായിക്കുമ്പോൾ ഏകദേശം ആ കഥാപാത്രത്തിന്റെ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സാധനമൊക്കെ തീർച്ചയായിട്ടും എഴുതാം. അതുപോലെ ചിലപ്പോൾ പ്രോപ്സ് അടക്കം നമ്മളിപ്പോ ഒരു ഇതില് നമ്മള് ലൗഡ് സ്പീക്കറിന് വീണ്ടും പറയാം. ലൗഡ് സ്പീക്കറിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇയാള് പെട്ടി തുറക്കുന്നുണ്ട്. അയാളുടെ മറ്റേ നമ്മളെ ലൗഡ് സ്പീക്കർ മമ്മൂക്കയുടെ പെട്ടി തുറക്കുന്നത് ഇരുമ്പ് പെട്ടിയാണ്, ട്രങ്ക് ബോക്സ് ആണ്. അയാൾ നാട്ടുപുറത്ത് അയാൾ ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളില് നമ്മുടെ ലാലേട്ടന്റെ ഒരു പടമുണ്ട്. അത് നമ്മൾ നാട്ടുപുറത്ത് ലാലേട്ടൻ ആ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റിൽ തന്നെ നോട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ നോട്ട് ചെയ്താലേ നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഇല്ലെങ്കിൽ മറ്റൊരു ആർട്ട് ഡയറക്ടർക്കൊക്കെ മനസ്സിലാവും ഓക്കെ ഇത് വേണം എന്നുള്ളത്. അങ്ങനത്തെ ഡീറ്റെയിലിംഗ് മാക്സിമം ഉണ്ടാവുന്നതാണ് എനിക്കിഷ്ടം. MT സാറിന്റെ സ്ക്രിപ്റ്റിലൊക്കെ അത്ര ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ. MT കാരന്റെ കഥകളൊക്കെ സിനിമ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും. അതുകൊണ്ട് പലപ്പോഴും തിരക്കഥകൾ പബ്ലിഷ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഞാൻ വേറൊരു അനാമിക ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഏത് ജോണേഴ്സിനോടാണ്. നമുക്ക് പല കാറ്റഗറീസ് ഓഫ് സിനിമകളുണ്ട്. അതില് ഡിഫറെന്റ് ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്ത പല ജോണർ, ഹിസ്റ്ററിക്കൽ ജോണറില് ബാല്യകാല സഖി അല്ലെങ്കിൽ സെല്ലോയിഡ് പറയുന്നു, വിന്റർ ഒരു ഹൊറർ മൂഡാണ്. ഇങ്ങനെ പല ജോണേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഇഷ്ടം? അനാമികയുടെ ഒരു ചോദ്യമാണ്. അത് നമ്മള് അവിടെ ഇപ്പോ
ഫിലിം മേക്കർ അല്ല, നമുക്ക് അവിടെ ഡയറക്ടർ വേറെ ആളുണ്ട്. അല്ല, ഇഫ് യു ആർ എ ഫിലിം മേക്കർ, സന്തോഷേട്ടൻ ഒരു ഫിലിം എടുക്കുകയാണെങ്കിൽ ഏതിനോടായിരിക്കും കൂടുതൽ താല്പര്യം? തീർച്ചയായിട്ടും സെല്ലുലോയിഡ് പോലത്തെ ഒരു പടങ്ങൾ ചെയ്യാനാണ് തീർച്ചയായിട്ടും ഇഷ്ടം, എനിക്കിഷ്ടം അങ്ങനത്തെ സാധനങ്ങൾ. എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെ ഒരു സിനിമകളൊക്കെ പോകുമ്പോൾ നമുക്ക് പീരിയഡ് സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എനിക്ക് കൊച്ചുണ്ണിയൊക്കെ ഞാൻ മേക്കിംഗ് സമയത്ത് ഭയങ്കര ആസ്വദിച്ച പടമാണ്. അപ്പോ അതിന്റെ റിസൾട്ട് അല്ല പറയുന്നത്, ഞാൻ മേക്കിംഗ് സമയത്ത് ഓരോരോ പഴയ കാര്യം നമ്മൾ റിസർച്ച് ചെയ്ത്, മറ്റേ സാധാരണ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് ഓക്കെ അത് ആക്ടർ വരും, അവർക്ക് ജീൻസും ഷർട്ടും കൊടുത്ത് അവരങ്ങ് ചെയ്തോളൂ. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ അത് എല്ലാ പ്രോപ്പർട്ടീസും അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാം ശ്രദ്ധിച്ചു പോകുമ്പോൾ നമ്മൾ അറിയാതെ വേറൊരു രീതിയിൽ നമുക്ക് ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ അതാണ് ഇഷ്ടം, എന്നുള്ള രീതിയിൽ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാനാണ്. വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. താങ്ക് യു സന്തോഷ് ചേട്ടാ, ഒത്തിരി നേരം നമ്മളെ കുട്ടികളോട് സ്പെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു അവർക്കുള്ള ബേസിക് സംശയങ്ങളെല്ലാം നമുക്ക് അരോമ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. അരോമ. യെസ്, അരോമയുടെ യെസ് ഷുവർ, യു ആർ ഓഡിബിൾ. ആദ്യം ഞാൻ പറയാം. യെസ് ഷുവർ ഷുവർ, സന്തോഷ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം വേണമല്ലോ. തീർച്ചയായിട്ടും ഞാനും എനിക്ക് ഇത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടൊന്നും. അപ്പൊ ഞാനിങ്ങനെ 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് പറയും ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എന്തായാലും എല്ലാ കുട്ടികളും നന്നായിട്ട് ചോദ്യം ചോദിച്ചു. അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു ആൾ, എസ്പെഷ്യലി സന്തോഷേട്ടാ, ബിക്കോസ് ഇതൊരു വളരെ ക്രിയേറ്റീവ് സെഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ തിങ്ക് മൈ സ്റ്റുഡൻസിനും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ആൻഡ് നിങ്ങൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു നിങ്ങളെ, അതിനും വളരെ സ്പെഷ്യൽ താങ്ക്സ്. സോ ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി തന്ന CNC ക്രൈസ്റ്റ് നഗർ കോളേജിനും എല്ലാവരും താങ്ക്സ്. താങ്ക് യു താങ്ക് യു സർ.